മാങ്ങയുടെ പുളിയും ഉണക്കച്ചെമ്മീൻ്റെ ആ ഒരു ഉപ്പും മസാലയുടെ എരിവും കൂടി ചേരുമ്പോൾ അത്യുഗ്രൻ രുചിയാണ്. ഉച്ചയ്ക്ക് നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ ഫ്രൈ മാത്രം മതി, വേറെ ഒരു കറിയും വേണ്ട. അത്രയ്ക്ക് കോമ്പിനേഷനാണിത്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അബ്ബാ, ഒടുക്കത്തെ സ്വാദ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്വേത കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്ന ഒരു കിടിലൻ നാടൻ വിഭവമാണ്. അതെ, ഉണക്ക ചെമ്മീനും പച്ചമാങ്ങയും ചേർത്തുള്ള നല്ലൊരു ഒന്നൊന്നര വറുത്ത കൂട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചോറിന്റെ കൂടെ ഇതൊന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. ഇതിനായി വലിയ ചേരുവകളൊന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. മെയിൻ ആയിട്ട് വേണ്ടത് നല്ല ഉണക്ക ചെമ്മീനും കുറച്ച് പുളിയുള്ള പച്ചമാങ്ങയും മാത്രമാണ്. ആദ്യം നമുക്ക് ഈ ഉണക്ക ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിൽ ചെറിയ മണലും പൊടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് 2-3 തവണ നന്നായി കഴുകണം. കഴുകി വൃത്തിയാക്കിയ ഉണക്ക ചെമ്മീൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ഇതിലെ വെള്ളമൊക്കെ പൂർണ്ണമായും വാർന്നു പോകാൻ കുറച്ച് സമയം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. ചെറിയ തീയിലിട്ട് വേണം വറുക്കാൻ, കരിഞ്ഞു പോകരുത്. ചെമ്മീൻ ചെറുതായി നിറം മാറി നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു തട്ടിലേക്ക് മാറ്റാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കണം. അതിനായി കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ എടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഒപ്പം നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഈ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ. ഒത്തിരി അരഞ്ഞു പോകരുത്. ദാ ഇതുപോലെ തരിതരിപ്പായി ചതച്ചെടുത്ത പരുവത്തിൽ കിട്ടണം. ഉള്ളിയുടെയും ചെമ്മീൻ മസാലക്കൂട്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. നല്ല പുളിയുള്ള നാടൻ മാങ്ങയാണെങ്കിൽ നമ്മുടെ ഈ വറുത്ത കൂട്ടത്തിന് ഇരട്ടി രുചിയായിരിക്കും. ദാ ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി വേണം മാങ്ങ മുറിച്ചെടുക്കാൻ. ഇനി നമുക്കിത് വറുത്തെടുക്കാൻ തുടങ്ങാം. അതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നാലേ ഇത് വെളിച്ചെണ്ണയിൽ പെട്ടെന്ന് വഴന്ന് കിട്ടുള്ളൂ. ചട്ടി ചൂടായാൽ ഇതിലേക്ക് 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ. നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അച്ചാറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ ഇത് സഹായിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ മാങ്ങ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. മാങ്ങയുടെ പച്ചമണം മാറി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. മാങ്ങ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കും. ഉണക്കച്ചെമ്മീനിൽ പൊതുവെ ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർക്കുക. ആ ചെമ്മീൻ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകും, കഷ്ണങ്ങൾ ഉടയാതെ എന്നാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതാണ് ഇതിൻ്റെ പാകം. അരച്ച ചെമ്മീൻ മസാലയിൽ ഞാൻ കുറച്ച് വെള്ളവും എണ്ണയും വൃത്തിയാക്കിയ ഉണങ്ങിയ ചെമ്മീനും ചേർത്തു. കാരണം ഇത് രുചി വർദ്ധിപ്പിക്കും. അതിനാൽ ഈ രീതി പരീക്ഷിച്ച് നോക്കൂ. ഇനി തീ ഒട്ടും കൂട്ടരുത്. തീയിലിട്ട് ഈ മാങ്ങയും മസാലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ വറുത്ത കൂട്ടത്തിന് നല്ലൊരു തിളക്കവും മണവും നൽകും. ഇതാ നോക്കൂ, നമ്മുടെ ഉണക്കച്ചെമ്മീൻ പച്ചമാങ്ങ ഫ്രൈ ഇവിടെ സൂപ്പറായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടോ, നല്ല റെഡിഷ് ബ്രൗൺ കളറായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി മൂത്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.